അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് ലൈവൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ പോകും കേട്ടോ. വെറുതെ ചുമ്മാ ഒരു രസം. കുറച്ച് നേരം ഇങ്ങനെ നടക്കും. ഇവിടെ കുറച്ച് ചേച്ചിമാരും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ മാളും ഭാവിയും കുറച്ച് നേരം കളിക്കും. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കും കേട്ടോ, സംസാരിക്കും. ഗൈസ്, ഞങ്ങളുടെ ഈ മയിലില്ലേ എല്ലാ ദിവസവും ഇവിടെ വരണ മയിലാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരത്ത് നടക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേടിയില്ല കേട്ടോ. നമ്മൾ അടുത്ത് വന്നാലും ആ മയിൽ മാറിപ്പോവുകയില്ല. അവിടെ അങ്ങനെ എന്ത് രസമാണെന്ന് അറിയാം എൻ്റെ പീലി കാണാൻ. നല്ല രസമായിട്ടോ. ഇന്ന് നല്ല മഴക്കാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിരത്തിയിട്ടൊക്കെ കണ്ട ഗൈസ്, നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? നല്ല വണ്ടർഫുള്ളായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാറും മേഘങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു സമാധാനമാണ് കേട്ടോ. മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി കുറച്ച് നേരം ഇങ്ങനെ എല്ലാം മറന്ന് കുറച്ച് നേരം ഇങ്ങനെ നടക്കുക. വാവ കണ്ടില്ലേ, അവിടെ എത്തി ഓടി കളിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ നടക്കാൻ വരുന്ന റോഡാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ നിറയെ വീടുകളൊക്കെ കയറുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വരിക എന്നുള്ള പേര്. പക്ഷെ അവരെല്ലാവരും കൂടി വന്ന് ഞങ്ങളവിടെ സംസാരിച്ചിരിക്കും കേട്ടോ. കുറച്ച് നേരം അങ്ങനെ നടക്കും. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. നാളൂസിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. വാവ ഫോണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിരിക്കുക. അല്ലെങ്കിൽ അപ്പുറത്തോട്ട് മീനെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിശാലമായി കാറ്റുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ബെഡ് ചെയ്ത തൈകളാണ് കേട്ടോ. കുഞ്ഞ് തൈലടക്ക അങ്ങനെ ഒരു കൊല്ലൊക്കെ ആകുമ്പോൾ കായ്ക്കുന്ന പ്ലാവും മാവും അമ്പഴങ്ങി എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഇതിപ്പോൾ വെച്ചതാണ് കേട്ടോ. വെച്ചിട്ടിപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നന്നായിട്ട് വെള്ളം കിട്ടണോണ്ട് നന്നായിട്ട് എല്ലാം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിറയെ പുല്ലാണ്, എന്നാലും